നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏലിയൻ സ്കിൻ ഐ ക്യാൻഡി വെച്ചിട്ട് ഞാൻ ടൈറ്റിൽ ഉണ്ടാക്കിയ ഒരു കാര്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഫയൽ എൻ്റെ ചാനലിലുണ്ടാവും, മലയാളി ഡിസൈനർ എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ചാനലിൽ ഈ ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കഴിഞ്ഞ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ് ക്ലിക്ക് അടിച്ച് വിൻറാർ എടുത്ത്, വിൻറാറോ ഏതെങ്കിലും എക്സ്ട്രാക്റ്റിംഗ് സോഫ്റ്റ്വെയർ എടുത്ത് നിങ്ങൾ എക്സ്ട്രാക്റ്റ് ടു പുതിയൊരു ഫോൾഡറിലേക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്തിടുക. ഓക്കെ, ഇതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഇൻ്റർനെറ്റ്, ഓക്കെ, നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെറ്റിങ്സിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ആക്കിയിടുക. അപ്പോൾ ഞാനിപ്പോൾ വൈഫൈ ആണെന്നുണ്ടെങ്കിൽ വൈഫൈ ഓഫ് ആക്കിയിടുക. നിങ്ങൾ ഏതാണ് എതർനെറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കിയിട്ടിട്ട് നമ്മളെ വിൻഡോസ് ഡിഫൻഡർ ഉണ്ടാവും. ഓക്കെ, വിൻഡോസ് 10 ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഡിഫൻഡർ അല്ലെങ്കിൽ വിൻഡോസ് സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റിയിൽ പോയിട്ട് വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷനിൽ നിങ്ങൾ ഏതാണോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അത് ഓഫ് ആക്കണം. അപ്പോൾ ഞാനിപ്പോൾ അവാസ്റ്റ് ആൻറ്റിവൈറസ് അവാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എനിക്ക് ഓഫ് ആക്കാൻ പറ്റും. അത് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വിൻഡോസ് ഡിഫൻഡറിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സെക്യൂരിറ്റി ആപ്ലിക്കേഷനാണ്, അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സംഭവമാണ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ ആ റിയൽ ടൈം പ്രൊട്ടക്ഷന് കുറച്ച് നേരത്തേക്കൊന്ന് ഓഫ് ആക്കിയിട്ടാൽ മതി. കാരണം ഇൻ കേസ് ഈ ക്രാക്ക് കീച്ചണത്തിലൊക്കെ വൈറസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, വൈറസ് അല്ലത് മാൽവെയറാണ്, അത് വെച്ചിട്ടാണ് ഇവർ ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ഹാംഫുൾ അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്രയും കാലങ്ങളായിട്ട്, കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 8 വർഷമായിട്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല, നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇൻ കേസ് വന്നാലും എന്നെ പറയരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഓഫ് ആക്കിയിട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഫോൾഡേഴ്സ് കിട്ടും. ഓക്കെ, അതിൽ ഐ ക്യാൻഡി സെലക്ട് ചെയ്ത് നിങ്ങൾ യെസ് കൊടുത്ത് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഗ്രി കൊടുത്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച്, അതേപോലെ ഫോട്ടോഷോപ്പ് ഒക്കെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോയാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. എൻ്റെ ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് ക്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ടാവും. അതിൽ 86 ആണോ 64 ആണെന്നുള്ളത് നോക്കണം. അപ്പോൾ എൻ്റെത് നോർമലി എല്ലാവർക്കും 64 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 64-ൽ കയറിയിട്ട് ഈ 2 ഫയലും കോപ്പി എടുക്കുക. ഓക്കെ, അത് കോപ്പി എടുത്തതിന് ശേഷം സിയിൽ വന്ന് പ്രോഗ്രാം ഫയൽസിൽ ഏലിയൻ സ്കിന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഏലിയൻ സ്കിന്ന് ഇവിടെ വന്ന് ഐ ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളെ ലൈസൻസ് ആക്ടിവേഷൻ ടൂൾ എന്നുള്ളതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ആ ഒരു ഏലിയൻ സ്കിന്ന് പ്ലഗിന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലൈസൻസ് ആക്ടിവേഷൻ ടൂൾ എനേബിൾ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, നെറ്റ് ഓഫ് ആക്കിയിടണം, അതേപോലെ ഡിഫൻഡർ ഓഫ് ആക്കിയിടണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഡിഫൻഡറൊക്കെ ഓൺ ആക്കിയിടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കീജൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫോൾഡർ ഉണ്ടാവും. ആ കീജണിൽ വന്നിട്ട് അതും റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററിൽ ഓപ്പൺ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ബ്ലോ അപ്പ് 2 എന്നുള്ളതായിരിക്കും ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഐ ക്യാൻഡി 6 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജനറേറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് റാൻഡം നമ്പേഴ്സ് നമുക്ക് കൊടുത്ത് ജനറേറ്റ് ചെയ്യാൻ കിട്ടും. ലൈസൻസ് കോഡാണത്. അപ്പോൾ ഇഷ്ടംപോലെ ലൈസൻസ് കോഡ് ഈ ഒരു കീജണിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. ഓക്കെ, ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളെ ലൈസൻസ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷനിലാണ് ഇത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോസൊന്നും എൻ്റെതല്ല. കാരണം ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇത് എടുക്കുന്ന സമയത്ത് വേറെ രീതിയിലാണ് വരിക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് എനിക്കത് അങ്ങനെ കാണിക്കാൻ കഴിയില്ല. പിന്നെ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ ചെയ്യണം. അൺഇൻസ്റ്റാൾ ചെയ്താലും ഈ ഒരു സംഭവം കിട്ടില്ല. ഓക്കെ, ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഡീആക്ടിവേറ്റ് എന്നാണ് കാണിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഒന്ന് എടുത്തിട്ടാണ് ഞാൻ അത് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ പുള്ളി ആ ഒരു ഫോൾഡറിൽ അത് ഓപ്പൺ ചെയ്തു, ആ ഒരു കീജൺ ഓപ്പൺ ചെയ്തു, അതിൽ ഐ ക്യാൻഡി സെലക്ട് ചെയ്തു. അതിൽ 6 ആണ്, ഇതിൽ 7 ആണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേ മാതിരി തന്നെയാണ് വർക്ക് ചെയ്യും. അപ്പോൾ അത് കോപ്പി ചെയ്ത്, അപ്പോൾ മൂപ്പര് ഫോട്ടോഷോപ്പിലാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ആ ഒരു ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഐ ക്യാൻഡി ആക്ടിവേഷൻ, ആ ഒരു കോഡ് അവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ അവിടെ നിന്ന് കീജണിൽ കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ടിക്ക് വരും. എന്നിട്ട് ആക്ടിവേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഉണ്ടാവും ഇൻസ്റ്റലേഷൻ ID എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ID കോപ്പി ചെയ്യുക. ഓക്കെ,
അത് എന്നിട്ട് കീജനിൽ വന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ പേസ്റ്റ് ചെയ്തിട്ട് ജനറേറ്റ് കൊടുക്കുമ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു കോഡ് വരും. അത് കോപ്പി ചെയ്ത് ആക്ടിവേഷൻ വിൻഡോയിലുള്ള ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ആക്ടിവേറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ. ഓക്കെ, താങ്ക് യു.